ഹായ്. ഒരു PSC പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് അറിഞ്ഞിട്ടും ഇപ്പോൾ നിലവിൽ എത്ര അഡ്വൈസ് ആയി എന്നറിഞ്ഞിട്ടൊന്നും അല്ല പഠിച്ചു തുടങ്ങേണ്ടത്. എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലർക്ക് ഒരു ഉത്തേജനം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇത്തവണത്തെ പരീക്ഷ ചിലപ്പോൾ അതിനേക്കാൾ കടുപ്പാവാം, എളുപ്പമാവാം. അതിനനുസരിച്ച് കട്ട് ഓഫ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അഡ്വൈസ് എന്ന് പറയുന്ന സാധനവും അതേപോലെ തന്നെയാണ്. അത് ഒരു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 1000 നിയമനം നടന്നു എന്നുള്ളത് കൊണ്ട് ഈ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് 1000 നിയമനങ്ങൾ നടക്കണം എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ അത് 900, 800, 700 ആയിട്ട് കുറയാം. ചിലപ്പോൾ 1100, 1200, 1300 ആയിട്ട് കൂടാം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ എണ്ണത്തെ ആശ്രയിച്ച് കിടക്കുന്നതാണ്. അതെന്തിനെ ആശ്രയിച്ച് കിടക്കുന്നുണ്ട്? പണ്ടെങ്ങാണ്ടോ കയറിയിട്ടുള്ള ആളുകളുടെ പ്രായത്തെ ആശ്രയിച്ച് കിടക്കുന്നതാണ്. അവർ ആ പ്രായമാകുമ്പോൾ റിട്ടയർ ആകുന്നതിനനുസരിച്ചാണ് ഒഴിവുകൾ വരുന്നത്. അപ്പം അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു കാര്യമില്ലെങ്കിൽ പോലും പല ഉദ്യോഗാർത്ഥികളും ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ പഠിക്കൂ എന്നുള്ള ഒരു ദുർവാശി ഒക്കെയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആ ഒരു പരീക്ഷയുടെ സ്ഥിതി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ കാര്യങ്ങളും ഇപ്പോൾ അഡ്വൈസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 2024 മാർച്ച് 11-നാണ്. അപ്പം 2027 മാർച്ച് 10 വരെ ഇതിന് കാലാവധിയുണ്ട്. 2027 മാർച്ച് 11-നാണ് പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അപ്പോൾ അതുവരെ സമയമുണ്ട്. അതുവരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് നടക്കും. ഓക്കെ, അതിനുശേഷമാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരേണ്ടത്. അപ്പോൾ 2027 മാർച്ചിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയുടെ പ്രിലിംസ് ഏകദേശം മെയ് ജൂൺ മാസങ്ങളിൽ 2026 മെയ് ജൂൺ മാസങ്ങളിൽ നടക്കും. ഓക്കെ, ഏകദേശം ആ മാസങ്ങളിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഓക്കെ, അത് കഴിച്ചിട്ട് നമുക്കൊരു ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ, അല്ലെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ മാസങ്ങളിൽ ഏതിലെങ്കിലും എന്ത് പ്രതീക്ഷിക്കാം? നമുക്ക് മെയിൻസ് പരീക്ഷ പ്രതീക്ഷിക്കാം. ദെൻ ഒരു 2-3 മാസം കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരാം, ദെൻ റാങ്ക് ലിസ്റ്റ് വരാം. അപ്പോൾ ആ രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് ഈ ഒരു 2027 മാർച്ച് 11-നേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത്. ഓക്കെ, കഴിഞ്ഞ തവണത്തെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 50.59 ആണ്. നിങ്ങൾക്കറിയാം മാർക്ക് നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ 0.59 എന്നൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ 50.59 ആയിരുന്നു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ദെൻ മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് 57 മാർക്കായിരുന്നു. അതായത് 57 മാർക്കും അതിന് മുകളിലും നേടിയ 770 പേരാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ കിടക്കുന്നത്. ഓക്കെ, ആ റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിലുള്ളത്. പിന്നെ ഏകദേശം അത്രത്തോളം ആളുകൾ പല സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലായിട്ടുണ്ട്. ഈഴവ, SC, മുസ്ലിം, ST ഇങ്ങനെ ഓരോ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിട്ട് ഏകദേശം ഇത്രത്തോളം ആളുകൾ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്. അപ്പം 57ഉം അതിന് മുകളിലുള്ള ആളുകൾ 770 പേരാണ്. അപ്പോൾ ഇത്തവണയും കട്ട് ഓഫ് 57 ആയിരിക്കും. അങ്ങനെയാണോ? അല്ല, അതിനേക്കാൾ കുറവായിരിക്കും. ആണോ? കൂടുതലായിരിക്കും? അങ്ങനെയല്ല. അതെന്താണ്? ആ പരീക്ഷയുടെ നിലവാരം, അന്ന് നടക്കുന്ന മത്സരം എത്രത്തോളം ഉണ്ട്, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം അതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റിനും ഇതേപോലെ ഒരു 700, 800 അല്ലെങ്കിൽ 1000-ഓളം ആളുകളെ ഉൾക്കൊള്ളിക്കാനാണ് PSC തീരുമാനം എടുക്കുന്നതെങ്കിൽ ആ 1000 ആളുകളെ കിട്ടാൻ എത്രയധികം താഴ്ന്നു വരണോ അത്രയധികം താഴ്ന്നു വരും. ഇപ്പോൾ 55-ലേക്ക് എത്തി. 55-ലേക്ക് എത്തുന്ന സമയത്ത് 1000 ആളുകൾ റാങ്ക് ലിസ്റ്റ് ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ 1000 പേരെ ഉൾക്കൊള്ളിക്കാനാണ് അവർ തീരുമാനം എടുത്തെങ്കിൽ അതാണ് കട്ട് ഓഫ്. അങ്ങനെയാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇതിൽ എത്ര നിയമനം നടന്നു കഴിഞ്ഞു? 327 നിയമനങ്ങൾ നിലവിൽ നടന്നു കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ഡിസംബർ 6-ാം തീയതി 6 നിയമനങ്ങൾ 6 പേർക്ക് അഡ്വൈസ് ആയിട്ടുണ്ട്. അതുകൂടെ കണക്കിലെടുക്കുമ്പോൾ 327 നിയമനങ്ങളാണ് ഇന്ന് വരെ ഇതിൽ നടന്നിട്ടുള്ളത്. ഇതുവരെ ഈ ദിവസം വരെ, ഇന്നലത്തെ ദിവസം ഞാനിതിൻ്റെ ഒരു PSC സൈറ്റിൽ നോക്കുന്ന സമയത്ത് കാണുന്ന ഡീറ്റെയിൽസ് ഇത്രയാണ്. 327 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പം ഏകദേശം വലിയ മോശമല്ലാത്ത രീതിയിൽ നിയമനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇനി 2027 മാർച്ച് 10 വരെ കാലാവധിയുണ്ട്. അപ്പോൾ ആ ഒരു കാലാവധി എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിയമനം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് പൂർത്തിയാക്കപ്പെടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ആ ഒരു റാങ്ക് ലിസ്റ്റിന് പോയപ്പോൾ ഓരോരുത്തരുടെ സാധ്യതകൾ മനസ്സിലാക്കാനാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന ആളുകൾ, നിങ്ങളുടെ എല്ലാവരുടെയും സാധ്യതകൾ ഒരേപോലെയല്ല. നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിക്ക് അനുസരിച്ച് സാധ്യതകൾ മാറി മറിയും അല്ലേ? ഇപ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റ് 700 പേരുടെയാണ് മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു. ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പല സപ്ലിമെൻ്ററി ലിസ്റ്റ് കിടക്കുന്ന ആളുകളുണ്ട്.
ഈ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്നുള്ള നിയമനങ്ങൾ ഈ ടേൺ അനുസരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും സാധ്യതകൾ വ്യത്യസ്തമാണ് നിങ്ങളുടെ. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി വേണം ഓരോ പരീക്ഷയ്ക്കും തയ്യാറെടുക്കാൻ. അല്ലാതെ അത്ര ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, അത്ര കട്ട് ഓഫ് ആണ്, അപ്പോൾ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ ജനറൽ വിഭാഗത്തിൽ റാങ്ക് 231 റാങ്കുള്ള ആൾ വരെ അഡ്വൈസ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ 327 പേരെ നിയമിച്ച സമയത്ത് 231 വരെയുള്ള ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾ അഡ്വൈസ് ആയിട്ടുണ്ട്. അതായത് 231 വരെയുള്ള എല്ലാവരും അഡ്വൈസ് ആയി കഴിഞ്ഞു. അതിൻ്റെ പിറകിലോട്ട് കടന്നിട്ടുള്ള ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഈഴവ 237 വരെ എത്തിയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ 237ാമത്തെ ഈഴവ വിഭാഗത്തിലുള്ള ആൾ. അതായത് ഒട്ടുമിക്ക PSC റാങ്ക് ലിസ്റ്റുകളിലും ഇത് ഏകദേശം ഒരേപോലെ തന്നെയാണ് പോവുക. ജനറലും ഈഴവയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം ചിലപ്പോൾ 23 കഴിഞ്ഞ് 232 ആയിരിക്കും, 231 കഴിഞ്ഞ് 232 ചിലപ്പം പോയിട്ടുണ്ടാവുക. അത് ആ രീതിയിൽ തന്നെയാണ് എല്ലാ ഒട്ടുമിക്ക റാങ്ക് ലിസ്റ്റിലും കേരളത്തിലെ PSC റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടാവാറുള്ളത്. ഈഴവർ അത്രയും കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെയാണ് പോകാറുള്ളൂ. അപ്പം അത് 237 വരെ പോയിട്ടുണ്ട്. മുസ്ലിമിൻ്റെത് 241 വരെ എത്തിയിട്ടുണ്ട്. 241ാമത്തെ മുസ്ലിം വരെ പോയിട്ടുണ്ട്. ഇനി അടുത്തൊരാൾക്ക് മുസ്ലിം അഡ്വൈസ് വരുമ്പോൾ, റൊട്ടേഷൻ വരുമ്പോൾ അത് ചിലപ്പം റാങ്ക് ലിസ്റ്റിനെ കുറേ അങ്ങോട്ട് എത്തും. അപ്പോൾ ആ രീതിയിലാണ് ഇങ്ങനെയുള്ള റിസർവേഷൻ കാറ്റഗറീൻ്റെ മൂവ് ചെയ്യുക. ദെൻ EWS പെടുന്ന അല്ലേ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ആ വിഭാഗത്തിൽ വരുന്ന 249ാമത്തെ ആളുകൾക്ക് വരെ കിട്ടിയിട്ടുണ്ട്. ദെൻ OBC വിഭാഗത്തിൽ 256, ഞാൻ ഈ ആ ഒരു പോയിട്ടുള്ള ക്രമത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. OBC 256 വരെ ജോലി ലഭിച്ചിട്ടുണ്ട്. ദെൻ വിശ്വകർമ്മ വിഭാഗത്തിൽ 352 വരെ ജോലി ലഭിച്ചു. അതിനിടയിൽ ഈ പറഞ്ഞ OC 231 അതിനിടയിൽ വിശ്വകർമ്മ വരെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അതിനിടയിലുള്ള ആളുകൾക്ക് നിയമനം കിട്ടി. എത്ര വരെ എത്തി? 352 റാങ്കുകാരൻ വരെ എത്തിക്കഴിഞ്ഞു. ദെൻ ഹിന്ദു നാടാർ വിഭാഗത്തിലത് 364 റാങ്കുകാരന് വരെ ലഭിച്ചു. SIUC നാടാറിൽ 381 റാങ്കുകാരന് വരെ ഇതുവരെ ജോലി ലഭിച്ചിട്ടുണ്ട്. ദെൻ LC/AI ലാറ്റിൻ കത്തോലിക്കർ അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലുള്ളവർ 705 വരെ ജോലി ലഭിച്ചു കഴിഞ്ഞു. റാങ്ക് ലിസ്റ്റിൽ 705 വരെ ജോലി ലഭിച്ചു കഴിഞ്ഞു. ദെൻ SCCC അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, എന്താണ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ അല്ലേ, ക്രിസ്ത്യൻ അതിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട, ക്രിസ്ത്യൻ SCയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട ആളുകളാണ്. അത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1ാം റാങ്കുകാരൻ വരെ നിയമനം ലഭിച്ചു കഴിഞ്ഞു. സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് കടന്നു. മെയിൻ ലിസ്റ്റിലുള്ള ആളുകൾക്കൊക്കെ നിയമനം കിട്ടി, സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് കടന്നു. ദെൻ ധീവര വിഭാഗത്തിലും മെയിൻ ലിസ്റ്റ് തീർന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 1ാമത്തെ ആൾക്ക് നിയമനം കിട്ടിക്കഴിഞ്ഞു. കണ്ടോ, അതാണ് ഓരോ വിഭാഗത്തിൻ്റെയും സാധ്യത എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആ വിഭാഗത്തിൽ വരുന്നതാണ്. ഭിന്നശേഷി വിഭാഗത്തിൽ LV ഓക്കെ, ലോ വിഷൻ. ദെൻ HI ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, കേൾവി ശക്തി കുറവ്. ദെൻ LD ലോക്കോമോട്ടോർ ഡിസബിലിറ്റി. ഓക്കെ, ഈ വിഭാഗക്കാരൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 5ാമന് വരെ നിയമനം കിട്ടിക്കഴിഞ്ഞു. ഇത് ഓരോന്നാണ്, ഓരോ വിഭാഗമാണ്. അപ്പോൾ ഇതിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ആൾക്ക് 5ാമന് കിട്ടി, ഇതിലും 5ാമന് കിട്ടി, ഇതിലും 5 വരെയുള്ള ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞു. ദെൻ ST വിഭാഗത്തിൻ്റെതാണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 7ാമന് വരെ കിട്ടിക്കഴിഞ്ഞു. SC വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 18ാമന് വരെ ജോലി ലഭിച്ചു കഴിഞ്ഞു. ദെൻ DL ഡിഫറൻ്റ് ലേബിളിൽ തന്നെ MD മൾട്ടിപ്പിൾ ഡിസബിലിറ്റി വിഭാഗത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 24ാമന് വരെ ജോലി ലഭിച്ചു കഴിഞ്ഞു. ഇതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഒരു നിയമന നില എന്ന് പറയുന്നത്. ഇനിയും മാസങ്ങൾ, റാങ്ക് ലിസ്റ്റിന് മാസങ്ങളെല്ലാം 2025 പൂർത്തിയാവുന്നു. 2026 എന്നൊരു വർഷം മുഴുവനായിട്ടുണ്ട്. 2027 ജനുവരി, ഫെബ്രുവരി, മാർച്ച് 10 വരെ ഇത്രയും ഉണ്ട്. ഏകദേശം 2.5 മാസത്തോളം അതുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ഭൂരിഭാഗം ആളുകൾക്കും, മെയിൻ ലിസ്റ്റിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഇതേപോലെ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിലും വലിയൊരു ശതമാനത്തിനും ജോലി കിട്ടാനുള്ള സാധ്യത നിലവിലുണ്ട്. അതേപോലെ തന്നെ അടുത്ത തവണയും നിയമനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ ഒരു തസ്തികയുടെയും ഒഴിവിൻ്റെ എണ്ണം നോക്കിയോ ഇപ്പോൾ നടക്കുന്ന നിയമനത്തിൻ്റെ എണ്ണം നോക്കിയോ കഴിഞ്ഞ കട്ട് ഓഫ് മാർക്ക് നോക്കിയോ അല്ല നമ്മൾ മത്സരത്തിന് ഇറങ്ങിത്തിരിക്കേണ്ടത്. നമ്മൾ PSCയിൽ ഡിഗ്രി ലെവൽ പരീക്ഷ അല്ലെങ്കിൽ +2 ലെവൽ പരീക്ഷ അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷ അല്ലെങ്കിൽ ഇതിലെല്ലാം കൂടെ നോക്കുന്നു. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഒഴിവിൻ്റെ എണ്ണത്തിനോ കട്ട് ഓഫ് മാർക്കിനോ എത്രത്തോളം അല്ലേ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, ഇതൊന്നും ചിന്തിക്കാതെ നമ്മൾ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള പഠനത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അങ്ങനെ പഠിക്കുന്നവർ ഈ പറഞ്ഞ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലും മികച്ച റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെ പോയവരാണ് എന്നും PSC റാങ്ക് ലിസ്റ്റുകളിൽ മുന്നിലെത്തിയിട്ടുള്ളത്. അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്കും പറ്റട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.